ഈ പോലീസ് വരുന്ന സമയത്ത് ഈ തർക്കം തുടങ്ങുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടല്ലോ. ആ സമാധി എന്ന് പറഞ്ഞാൽ അവർ ആ സ്ഥലത്തിരുന്നുകൊണ്ട് മുസ്ലിം തീവ്രവാദികളുടെ ആവശ്യമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് ജില്ലാ ഭരണകൂടത്തോടും പോലീസിനോടും ആ മക്കൾ ഇങ്ങനെ ആർത്ത് പറയുകയാണ്. മുസ്ലിം തീവ്രവാദം എന്ന വാക്ക് അല്ലെങ്കിൽ വിശ്വാസത്തെ മുൻനിർത്തിയുള്ള ഈ ഇത്തരം ഒരു പരിചയമാക്കി ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി, ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു സംഗതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിനെ തടയാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പരിചയം എന്ന് പറയുന്നത് ഇത് മുസ്ലിം തീവ്രവാദികളുടെ ആവശ്യമാണെന്ന് പറയാമെന്നുള്ളതാണ്. അത് വളരെ എളുപ്പത്തിൽ ഈ മക്കൾ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം അവർക്കറിയാം ഇതാണ് ഏറ്റവും നല്ല ആയുധം എന്ന് അവർക്കറിയാം. അവർക്ക് മാത്രമല്ല, അവിടെ ഇതിനെ പിന്തുണയ്ക്കാൻ എത്തിയ ആളുകൾക്ക് മുഴുവൻ അറിയാം ആദ്യം പ്രയോഗിക്കാൻ കഴിയുന്ന വാക്ക് ഇതാണ് എന്നവർക്കറിയാം. അത് നമ്മൾ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ പല സമയങ്ങളിൽ ഉപയോഗിച്ച് എന്തിനും ഏത് ക്രിമിനൽ എന്താ പറയുക ആക്ടിനെയും അതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തെയും പ്രതിരോധിക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്ക് ഇതാണ്, ഒരു പ്രയോഗം ഇതാണ്, മുസ്ലിം തീവ്രവാദികളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ ആളുകൾ ആകെ അമ്പരക്കും എന്നവർക്കറിയാം. അതൊരു പൊതുരീതിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ വേറൊരു പ്രയോഗമാണ് നമ്മളവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് ഇവരുടെ ബന്ധുവാണ്. ഇവരുടെ ബന്ധു എന്തായാലും മുസ്ലിം തീവ്രവാദി ആവില്ലല്ലോ. പിന്നെ അയാളാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അവരാണ് പരാതി കൊടുക്കുന്നത്. അവർ പരാതി കൊടുക്കുമ്പോൾ അവരൊരിക്കലും മുസ്ലിം തീവ്രവാദിയല്ല. പിന്നെ ആ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഇതിലൊരു പ്രശ്നമുണ്ട് എന്ന് ആദ്യം പറയുന്നത്. പ്രശ്നമുണ്ടെന്ന് അവർ പറയാൻ കാര്യം എന്താ? ഒരു മരണം നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു മരണം നടക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ ജീവിക്കുന്ന ഒരു പരിസരത്ത് ഒരു മരണം നടക്കുകയാണെന്ന് വിചാരിക്കുക, ആദ്യം അറിയുക ആരായിരിക്കും? അതിൻ്റെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരായിരിക്കും. ഇന്ന ആൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സാങ്കേതികവിദ്യയൊക്കെ ആയതുകൊണ്ട് ആരെങ്കിലും ചുറ്റുവട്ടത്ത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലൊരു പടം ഇട്ടിട്ട് എല്ലാ ആളുകളെ അറിയിക്കും. അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണോ നമ്മൾ എല്ലാ മനുഷ്യന്മാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പടം ഇട്ടിട്ട് ഇന്ന ആൾ മരിച്ചിട്ടുണ്ട് എന്നെല്ലാവരും അറിയിക്കും. ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല. ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്മാരൊന്നും അറിയുന്നില്ല ഈ ആൾ മരിച്ചുപോയി എന്നുള്ളത്. ഇയാൾ കിടപ്പ് രോഗിയാണ് എന്നറിയാം, ഇയാൾക്കുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. എന്നിട്ട് ഇയാൾ മരിച്ചിട്ട് നാട്ടുകാരൊന്നും അറിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു സംശയം ഉണ്ടാവും, എപ്പോഴാണ് മരിച്ചേ? ആദ്യത്തെ ചോദ്യം തരാം, എപ്പോഴാണ് മരിച്ചേ, എങ്ങനെയാണ് മരിച്ചേ, എവിടെയാണ് മറവ് ചെയ്തത്, ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യമാണ്. അത് മുസ്ലിം തീവ്രവാദി ചോദിക്കുന്ന ചോദ്യമല്ല, ഹിന്ദു തീവ്രവാദി ചോദിക്കുന്ന ചോദ്യമല്ല, ക്രിസ്ത്യൻ തീവ്രവാദി ചോദിക്കുന്ന, ഒരു തീവ്രവാദിയും ചോദിക്കുന്ന ചോദ്യം, സാധാരണ മനുഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം. ഇതേ ചോദ്യമാണ് ആ മനുഷ്യന്മാർക്ക് ചോദിച്ചത്. അതിന് മറുപടി കിട്ടാതെ വന്നപ്പോഴാണ് അവർ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് എവിടെയാണോ ചോദിക്കേണ്ടത് ആ വേദിയിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. മനുഷ്യനെ കാണാനില്ല എന്നുള്ള പരാതി, ഇവിടെ സമാധി ആയിട്ട് അങ്ങനെ വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ശരിക്കും മരിച്ചതാണോ, അവിടെ ചെന്നിരുന്ന് മരിച്ചതാണോ, അതോ കൊല ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് സമാധിയാണെന്ന് പറയുന്നതാണോ? ഈ സംശയമാണ് അവരുന്നയിക്കുന്നത്. ഇതിന് നിയമപരമായി എന്താ പറയുക വ്യവസ്ഥ ചെയ്യപ്പെട്ട സംവിധാനങ്ങളും മറുപടി കൊടുക്കുന്നുണ്ട്. അതിനുള്ള പരിശോധനയാണ് അവർ ആരംഭിച്ചത്. അപ്പോൾ ഈ പരിശോധനയെ തടയാൻ ശ്രമിക്കുന്നവർക്ക് എന്തുദ്ദേശം? അങ്ങനെ തടയാൻ ശ്രമിക്കുന്നവർ ഇത് മുസ്ലിം തീവ്രവാദികളുടെ ആവശ്യമാണ് എന്ന് പറയുന്നതിന് എന്ത് അർത്ഥം? ഈ രണ്ട് ചോദ്യത്തിനും കൂടെ മറുപടി കിട്ടണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ഇത് ബന്ധുക്കൾ പരാതി കൊടുക്കുന്നു, പിന്നെ നാട്ടുകാർ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നു. നാട്ടുകാർ എന്ന് പറയുമ്പോൾ നാട്ടുകാരായിട്ട് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടോ അവരെല്ലാവരും ഉണ്ടാവും. അവിടെ ഹിന്ദുക്കളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും. നമ്മൾ ഇന്നലെ ഈ നാടകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം കേട്ടു. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പോലീസ് എന്തിന് തടഞ്ഞു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ കേട്ടു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ RSPയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും. ഇതുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി സംവിധാനങ്ങൾക്കാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉള്ളത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോക്കൽ കമ്മിറ്റി ഏത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയാണോ അവരിടപെട്ടിട്ടുണ്ട്. ആ ലോക്കൽ കമ്മിറ്റിയിൽ പല വിശ്വാസധാരയിലുള്ള മനുഷ്യന്മാരുണ്ടാവും. ആ ലോക്കൽ കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സകല മനുഷ്യന്മാരും അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്രിസ്ത്യാനികളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, നാടാന്മാരുണ്ടാവും,
നാടാന്മാരെന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകം പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു നാടാന്മാരും ക്രിസ്തീയ നാടാന്മാരും അവിടെ ഉണ്ട്. നാടാർ സമുദായത്തിൽ അങ്ങനെയുണ്ട്. ഹിന്ദുക്കളായ നാടാന്മാരുണ്ട്, ക്രിസ്ത്യാനികളായിട്ടുള്ള നാട്. അപ്പോൾ അവരൊക്കെ അവിടെ ചെന്നിട്ടുണ്ടാവും. അവർ ചെന്നു എന്നുള്ളതുകൊണ്ട് അത് തീവ്രവാദമാവില്ലല്ലോ, അല്ലെങ്കിൽ അത് മതത്തിൻ്റെ പ്രശ്നമാവില്ലല്ലോ. അവരൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചെന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ വേറൊരു തരത്തിൽ പെയിൻറ്റ് ചെയ്യാനും അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക സാധൂകരിക്കാനുള്ളൊരു ശ്രമം അവിടെ നടക്കുകയാണ്. അതിനെ ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് നമ്മൾ കാണരുത്. നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചേരിതിരിവിൻ്റെ ആഴം എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ഒക്കെ ദൃഷ്ടാന്തമായിട്ട് നമ്മളവിടെ അതിനെ കാണണം. ഇനിയൊരു കാലത്ത് അല്ലെങ്കിൽ ഇനിയൊരു ദിവസങ്ങളിൽ ഏത് കുറ്റകൃത്യം നടന്നാലും ഈ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന മുസ്ലിം തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനം ഒരു സ്റ്റെപ്പ് പുറകോട്ടടിക്കും എന്ന ഉറപ്പാണ് നമ്മളവിടെ കാണുന്നത്. അതൊരു അപകടകരമായ സൂചനയാണ്. ഞാൻ പറയുന്നത് നിയമ സംവിധാനം ഇപ്പോൾ തൽക്കാലം പിൻവാങ്ങി നിൽക്കുന്നതിനേക്കാൾ വലിയ അപകടമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനം പിൻവാങ്ങി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ഒരു വിഭാഗം മനുഷ്യന്മാർ തിരിച്ചറിയുന്നു. ആ അപകടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നില്ല എന്നുള്ളതിനേക്കാൾ വലിയ അപകടമായിട്ട് ഞാൻ കാണുന്നത്.